ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷഹനാസ് കുസിൻസ്. പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ബൺദോശയും അതോടൊപ്പം തക്കാളി നാളികേരവും ഒക്കെ ചേർത്തുണ്ടാക്കിയ ഒരു അടിപൊളി ചട്നിയുടെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും നല്ല ചൂടോടെ കഴിക്കാൻ പറ്റിയ ഒരു കോംബോ റെസിപ്പിയാണിത്. സാധാരണ ദോശയേക്കാൾ വലിപ്പം കുറഞ്ഞ് കുറച്ച് കട്ടിയിൽ ബണ്ണ് പോലെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു ദോശ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണം. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം ബൺദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ബൺദോശ ഉണ്ടാക്കുന്നതിന് വേണ്ടി 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവയും ചേർത്ത് നന്നായി ഒന്ന് കഴുകിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് അധികം തന്നെ വെള്ളം ചേർത്ത് കൊടുത്ത് 4-5 മണിക്കൂർ ഇതൊന്ന് കുതിരാൻ വെക്കണം. ഇപ്പോൾ അരി നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കപ്പ് വെള്ളവും ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ അരി നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് നാളികേരം, 1 കപ്പ് വെളുത്ത അവല്, ഇത് രണ്ടും ചേർത്ത് കൊടുക്കുക. 1 കപ്പ് വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുക്കുന്ന സമയത്ത് 1/4 കപ്പ് വെള്ളം കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ അരിയും നാളികേരവും എല്ലാം നമുക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ല കട്ടിയിലാണ് നമുക്ക് മാവ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് 1 കപ്പ് വെള്ളവും ചേർത്ത് ഇതിൻ്റെ കട്ടി ഒന്ന് കുറച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മാവ് ഒരുപാട് കട്ടിയാവാനും ഒരുപാട് ലൂസായി പോകാനും പാടില്ല. ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത്. അതുകൊണ്ട് വെള്ളം ചേർക്കുമ്പോൾ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. മാവ് നന്നായി പൊന്തി വരുന്നതിന് വേണ്ടി 9 മുതൽ 10 മണിക്കൂർ വരെ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. 10 മണിക്കൂറിന് ശേഷം മാവ് നന്നായിട്ട് പൊന്തി ഇഡ്ഡലി മാവൊക്കെ പോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടി കുറച്ച് കടുക് താളിച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു കടായി ചൂടാവുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കണം. കടുകെല്ലാം പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന്, 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത്, 1 ടീസ്പൂൺ പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത്, 1 തണ്ട് കറിവേപ്പില, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിത് ദോശമാവിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ബൺദോശ ആയതുകൊണ്ട് ചുവട് കട്ടിയുള്ള ഒരു കടായിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ വെള്ളപ്പ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ചട്ടി ചൂടായതിന് ശേഷം കുറച്ച് ഓയിൽ നമുക്കിതിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 തവി മാവ് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്കിത് മൂടി വെച്ച് 2 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. കട്ടിയുള്ള ദോശ ആയതുകൊണ്ട് ലോ ഫ്ലെയിമിൽ സമയമെടുത്ത് തന്നെ കുക്ക് ചെയ്തെടുക്കണം. 2 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് ദോശയുടെ മുകൾ ഭാഗത്തും കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതൊന്ന് തിരിച്ചിട്ട് 1/2 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ബൺദോശ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒരു ഗോൾഡൻ കളറിലാണ് നമ്മൾ ദോശ ഉണ്ടാക്കേണ്ടത്. നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ദോശയെല്ലാം നമുക്കിതുപോലെ ചുട്ടെടുക്കാം. അടുത്തതായി ദോശയിലേക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നി റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി ചൂടായിട്ടുള്ള ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത്, 1 വെളുത്തുള്ളി, 1 തണ്ട് കറിവേപ്പില, എരിവിന് ആവശ്യമായിട്ടുള്ള 3-4 ഉണക്കമുളക്, ഇതെല്ലാം ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വാടി വന്നതിന് ശേഷം അതിലേക്ക് 3 തക്കാളി ചെറുതായി കട്ട് ചെയ്തതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് 1/4 കപ്പ് നാളികേരവും ചേർത്ത് ഏകദേശം 1 മിനിറ്റോളം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. തക്കാളിയും സവാളയൊക്കെ നന്നായി കുക്കായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. നന്നായി ചൂടാറിയതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കടുക് താളിക്കണം. അതിനുവേണ്ടി ചൂടായിട്ടുള്ളൊരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കണം. അതിനുശേഷം 1/2 ടീസ്പൂൺ ഉഴുന്നും, 1 ഉണക്കമുളക് ചെറുതായി കട്ട് ചെയ്തതും, 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മൊരിച്ചെടുക്കാം. ഇനി നമുക്കിത് ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കാം.
അങ്ങനെ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബൺദോശയും നല്ല ടേസ്റ്റി തക്കാളി ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കാനും മറക്കരുത്. പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.